മുമ്പ് പട്ടിക്കാട് ജാമിയ നൂരിയ അറബി കോളേജിൽ പഠിക്കുന്ന കാലത്ത് എല്ലാവർക്കും അറിയാം, അവിടെ ഒരു സിലബസ് പരിഷ്കരിക്കണം എന്ന് പറഞ്ഞ ഒരു പ്രമേയം അന്ന് നൂറുലമ അവതരിപ്പിച്ചു. ഞാൻ യഥാർത്ഥത്തിൽ ആ പ്രമേയം അവതരിപ്പിക്കണ യോഗത്തിലൊന്നും കൂടിയിട്ടില്ല. ഞാൻ എൻ്റെ കുടുംബത്തിൽപ്പെട്ട ഒരാൾ മരിച്ചപ്പോൾ ഞാൻ അന്ന് ആ യോഗത്തിൽ കൂടിയിട്ടില്ല. പിന്നെ മൂപ്പർക്ക് ഇതിനെ പറ്റി അറിയില്ല. ഞാൻ അങ്ങനത്തെ ഒരു അഭിപ്രായക്കാരനല്ല എന്നുള്ളത്. പഴയ സിലബസിനെ തന്നെ ഇഷ്ടപ്പെടുന്ന ആളാണ്. അതായത് അന്ന് പരിഷ്കരിക്കാന്ന് പറഞ്ഞുകൊണ്ട് അന്ന് അവിടെ ഉദ്ദേശിച്ചത് എന്താന്ന് ചോദിച്ചാൽ, ഇപ്പൊ നമ്മളെ ദാറുൽ പോലത്തെ ഒരു സിലബസ് അല്ല. കിതാബിൽ കുറച്ചും കൂടി എന്താക്കുക, തഫ്സീർ കുറച്ചുകൂടി വെക്കുക, ഹദീസ് കുറച്ചുകൂടി വെക്കുക, അതുപോലെ തന്നെ മറ്റുള്ള ചരിത്രത്തിന്റെ ഗ്രന്ഥങ്ങൾ വെക്കുക എന്നൊക്കെ പറഞ്ഞിട്ടാണ്. പക്ഷെ അതിന് ബഹുമാനപ്പെട്ടവർ ആ പ്രമേയം അവിടെ അവതരിപ്പിക്കപ്പെട്ടപ്പോൾ മൂപ്പര് വളരെ രോഷാകുലനായി. അങ്ങനെ വളരെ അവിടുന്ന് അസറിന്റെ ശേഷവും മാരിബിന്റെ ശേഷമൊക്കെ അവിടുന്ന് ഇങ്ങനെ വളരെ ശോഭിച്ചുകൊണ്ട് പറയലുണ്ട്, ഈ പൊന്നാണി മഖ്ദൂമികളെ ഈ സിലബസ് അല്ലാത്ത ഒരു സിലബസും ഞാൻ അവിടെ വെക്കൂലടാന്ന് ആരോടുമല്ല, മൂപ്പര് അവിടെ ഒന്ന് ഭയങ്കര ശക്തമായി പറയും. കാരണം ഈ നൂറുൽമന്റെ ഈ പിന്നെ സിലബസ് പരിഷ്കരിക്കണം എന്നുള്ള പ്രമേയം മൂപ്പരെടുത്ത് എത്തിയപ്പോൾ ഞാനൊന്നും നൂറുൽമന്റെ ഒരു പ്രവർത്തകനാണ്. അപ്പൊ മൂപ്പര് പാസ്സാക്കി വായനശാല ഉച്ചന്റെ ശേഷം അസറിന്റെ ശേഷം തുറക്കാൻ പാടില്ല, 10 മണിക്ക് തുറക്കേണ്ടത്, 10 മണിക്ക് തുറക്കാൻ പാടില്ല. അപ്പൊ ഞാൻ എന്താക്കിയെന്ന് പറഞ്ഞാല് അത് 10 മണിക്ക് തുറക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അസറിന്റെ ശേഷം തുറക്കണമാർക്ക് തുറക്കാൻ വേണ്ടി ഞാൻ പോയതാണ്. ഞാൻ പോകുമ്പോൾ ഞാൻ എന്നെ കൊണ്ട് അന്ന് തഫ്സീലുൽ ഓതുന്ന ഒരു കുറെ ആളുകൾ കുട്ടികളുടെ അവിടെ പഠിക്കുന്നു. അപ്പൊ അവർക്ക് തഫ്സീലുൽ ഓതി കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു എന്നറിയോ, ആ കിതാബ് പോലെ കൈ കൊടുത്തു. ഞാൻ എന്താ വായനശാല തുറന്നു വരാന്ന് തന്നെ പോയതാണ്. വായനശാലന്റെ അവിടേക്ക് പോകുമ്പോൾ മൂപ്പര് എന്നെ വിളിപ്പിച്ചു. മൂപ്പര് ഭയങ്കര ദേഷ്യത്തിലാണുള്ളത്. അപ്പൊ ഞാനാണ് ആദ്യം എന്ന് പറഞ്ഞിട്ടില്ല, എത്തെത്തിയപ്പോ ഞാനാന്ന് മനസ്സിലായി. അപ്പൊ അവിടുന്ന് ഉള്ളിൽ നീ വലിയ കുത്തിപ്പിടിച്ചിനെ വടിയേറ്റാണ് വരേണ്ടത്. അപ്പൊ ഞാൻ അന്ന് കോട്ടുമല വാപ്പ മുസ്ലിയാരെ വാപ്പ കോട്ടുമല അബൂബക്കർ മുസ്ലിയാർ നവറുല്ലാഹു മർക്കദ നമ്മളെ ഉസ്താദുമാരിൽപ്പെട്ട മഹാനാണ്. അവരോട് ഞാൻ ചെന്ന് പറഞ്ഞു, എന്നെ വിളിപ്പിക്കുന്നുണ്ട്, എന്താ സംഭവിക്കാന്ന്. അവനോട് നിങ്ങൾ പോയിക്കൂടി, ഞാൻ അവിടെ ചെയ്യുന്ന വെച്ചു. അപ്പൊ ഞാൻ മൂപ്പരിനോട് വായനശാല തുറക്കും. അപ്പൊ ഞാൻ പറഞ്ഞ അസന്ദേശം തുറക്കാൻ പറഞ്ഞാൽ പിന്നെ എപ്പോഴാണ് തുറക്കുക, അസന്ദേശം അല്ലേ തുറക്കലും തുറക്കും. അങ്ങനെ കുറച്ച് വർത്താനമൊക്കെ ഉണ്ടായി. അത് കഴിഞ്ഞതിന്റെ ശേഷം പിന്നെ അന്ന് നൂറുൽമയിലുള്ള എല്ലാവരെയും വിളിപ്പിച്ചു. സിലബസ് പരിഷ്കരിക്കണമെന്ന് വേണ്ടവരോടൊക്കെ ഓരോരുത്തർ വിളിച്ചത് നിങ്ങൾക്ക് പരിഷ്കരിക്കണോ എന്ന് ചോദിക്കും. അത് വേണ്ട, നന്നായി ഇവിടെ തോന്നുന്നത് പരിഷ്കരിക്കണം എന്ന് പറഞ്ഞാൽ അന്ന് അവന്റെ പേരോടെ ഇത് പറയും. അങ്ങനെ 18 ആൾക്കാരെ പേരോടെ ഇത് ഇന്നെ വിളിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ വരണില്ല, കാരണം ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. ഞാൻ ഇവിടെ വേണ്ടാന്ന് പറഞ്ഞ കിതാബുണ്ടല്ലോ തഫ്സീലുൽ അഫ്ലാക്ക്, അത് വായിച്ചത് കൊടുക്കാൻ പോകാൻ വേണ്ടി നിൽക്കുന്ന ആളാ. മൂപ്പര് പറഞ്ഞ സമയത്താണ് ഞാൻ വായനശാല തുറന്നത്. പിന്നെ എന്തിനാ നീ ഇന്നെ വിളിക്കണേ, ഞാൻ വരണില്ല. അപ്പൊ പറഞ്ഞു, തങ്ങൾ വരണില്ല, തങ്ങളെ പേര് മുകളിൽ എഴുതുന്നു. ആ പുറത്താക്കണ കൂട്ടത്തിൽ എന്റെ പേര് മുകളിൽ എഴുതി. അങ്ങനെ അവിടുന്ന് 18 ആളെയും പുറത്താക്കി. മൂപ്പരെന്താക്കി, ഇന്നെ മാത്രം തിരിച്ചു. അപ്പൊ അന്ന് മൂപ്പര് പറഞ്ഞ ചില വാക്കുകളുണ്ട്, തങ്ങൾ പിന്നെ കിതാബൊക്കെ തീരുന്ന ആളാണ്, തങ്ങളെ നമുക്ക്